ഗൈസ്, അക്കോർഡിംഗ് ടു മാർക്കസ്, ബംഗളൂരു എഫ് സിയിലേക്ക് തിരിച്ചു പോവുകയാണ് ആഷിഖ് കുര്യൻ. കഴിഞ്ഞ 3 സീസണുകളായിട്ട് മോഹൻ ബഗാന്റെ ഭാഗമായിരുന്ന താരമാണ്, നമുക്കറിയാമല്ലോ. മുമ്പ് ബംഗളൂരു എഫ് സിയിൽ അദ്ദേഹം കളിച്ചിട്ട് നല്ല പെർഫോമൻസ് തന്നെയൊക്കെയാണ് നടത്തിയിട്ടുള്ളത്. എന്താണെങ്കിലും മാർക്കസിൻ്റെ റിപ്പോർട്ട് പ്രകാരം ഇതിൽ ഫീ ഒന്നും ഇൻവോൾവ് അല്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ 2027 വരെ മോഹൻ ബഗാനുമായിട്ട് കോൺട്രാക്റ്റ് ഉള്ള ഒരു താരമാണ്. അപ്പോൾ എന്തുകൊണ്ട് എന്നുള്ള അറിയത്തില്ല. മറ്റ് പല ക്ലബ്ബുകളും ഈ റേസിലുണ്ടായിരുന്നു, പക്ഷേ ബംഗളൂരു എഫ് സി ആഷിഖ് ചൂസ് ചെയ്യുമായിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് എന്നുള്ളതാണ്. എന്താണെങ്കിലും മോഹൻ ബഗാനിലേക്ക് വരുന്നൊരു സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു പെർഫോമൻസ് വൈസ് നോക്കുമ്പോൾ, ഇപ്പം ഈ സീസണിൽ അദ്ദേഹം കുറഞ്ഞ മത്സരങ്ങൾ അല്ലെങ്കിൽ കുറഞ്ഞ മിനിറ്റ്സാണ് കളിച്ചിട്ടുള്ളത്. 487 മിനിറ്റ്സാണ് കളിച്ചിട്ടുള്ളത്. അതിൽ 18 മത്സരങ്ങൾ, ഗോളുകളൊന്നും തന്നെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ISL കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ISL കണക്കുകളാണ് പറഞ്ഞത്. കഴിഞ്ഞ സീസൺ ഇഞ്ചുറി കാരണം പോയി. ഈ സീസണിൽ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ടുള്ള ഇഞ്ചുറീസ് ഒരു പ്രശ്നമായിട്ടുണ്ടായിരുന്നു. ആദ്യ സീസണിൽ 18 മത്സരങ്ങൾ 2134 മിനിറ്റ്സിൽ നിന്ന് ഒരേ ഒരു അസിസ്റ്റുമാണ് അദ്ദേഹത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഇപ്പം മോഹൻ ബഗാനിലെ മൊത്തത്തിലൊരു കരിയർ നോക്കുമ്പോഴത്തേക്കും ഒരു സാധാരണ ഒരു പ്ലെയറൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ പറയാം ഒരു ഡീസൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് ഒക്കെ വന്നു എന്നുള്ളത്. പക്ഷേ ആഷിഖിൻ്റെ കളികളൊക്കെ നമ്മൾ കണ്ടത് വെച്ച് നോക്കുമ്പോഴത്തേക്കും അത്ര ഒരു മികച്ച സീസണുകളായിരുന്നില്ല. അതിനുള്ള കാരണങ്ങൾ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇഞ്ചുറി വരുന്നു. ആ പൊസിഷൻസിൽ അദ്ദേഹത്തിനോട് ഫൈറ്റ് ചെയ്യാൻ മികച്ച താരങ്ങൾ തന്നെയുണ്ട്. അപ്പം അവിടെ ആ ഒരു സ്ഥാനം പിടിക്കും. ഇപ്പോൾ ഇഞ്ചുറി കഴിഞ്ഞ് സ്ഥാനം പിടിക്കുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല എന്നൊക്കെയുള്ള ഒരു സാഹചര്യം കൂടിയുണ്ട്. അങ്ങനെ മോഹൻ ബഗാനിൽ നോക്കുമ്പോൾ 49 മത്സരങ്ങളിൽ നിന്ന് 1 ഗോൾ 3 അസിസ്റ്റുമാണ് അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ. ഇപ്പം BFCയിലേക്ക് വരുമ്പോൾ സമയത്ത് 44 മത്സരങ്ങളിൽ നിന്ന് 2 ഗോൾ 1 അസിസ്റ്റുമാണ്. വലിയ വ്യത്യാസമില്ല. പക്ഷേ അദ്ദേഹത്തിന് BFCയിൽ കുറച്ചും കൂടി ഒരു ടീമിൽ വളരെ ഇൻവോൾവ്മെൻറ്റ് ഉണ്ടായിരുന്നു. ഇപ്പം ഗോൾ കോൺട്രിബ്യൂഷൻസ് ഇല്ല, പക്ഷേ അതല്ലാണ്ട് നോക്കുമ്പോൾ പിന്നെ അദ്ദേഹം മൾട്ടിപ്പിൾ പൊസിഷൻസിൽ, കൂടുതൽ ലെഫ്റ്റ് ബാക്ക് ഒരു പൊസിഷൻസിലൊക്കെ കളിച്ചിട്ടുണ്ട്. ആ സമയത്ത് അവർക്ക് ലെഫ്റ്റ് ബാക്കിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന ഒരു സമയത്ത്. അപ്പം ആ ഒരു ഫാക്ടർ കൂടി നമ്മൾ പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. എന്താണെങ്കിലും BFCയിലേക്ക് അദ്ദേഹം തിരിച്ചു പോകുന്ന സമയത്ത് ആഷിഖിനെ പോലത്തെ ഒരു പ്ലെയർ, അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ വളരെയധികം ഒരു ആറ്റിറ്റ്യൂഡോടുകൂടി കളിക്കുന്നൊരു പ്ലെയറാണ്. അപ്പം അദ്ദേഹത്തിന് ലെഫ്റ്റ് വിങ്ങർ എന്ന് പറയുന്നൊരു പൊസിഷനിൽ തന്നെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുവാണെങ്കിൽ അതൊരു നല്ല കാര്യം തന്നെ ആയിരിക്കും എന്നുള്ളതാണ് തോന്നുന്നത്. ഇനിയിപ്പോൾ ലെഫ്റ്റ് ബാക്ക് കളിപ്പിക്കാനുള്ള സാധ്യതകൾ തന്നെ ഇല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ റോഷൻ സിംഗ് ഉണ്ട്, അതല്ലാണ്ട് ബാക്കപ്പ് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പം എന്താണെങ്കിലും ഒരു ലെഫ്റ്റ് വിങ്ങർ, അപ്പം പ്രോപ്പറായിട്ടുള്ള ലെഫ്റ്റ് വിങ്ങേഴ്സ് അങ്ങനെ ഒരു സെറ്റ് പ്ലേയേഴ്സ് ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ BFCയിൽ. അപ്പോൾ ആ സാഹചര്യത്തിൽ ആഷിഖിന് അവിടെ ഒരു നല്ല സാധ്യതയാണ് ഉള്ളത്. ഇപ്പം സുനിൽ ഛേത്രിയുടെ ഒരു ലാസ്റ്റ് സീസണൊക്കെ ആകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് ഈ സീസൺ. അപ്പം അദ്ദേഹം ഇപ്പം പറഞ്ഞാൽ കൂടുതൽ ബെഞ്ചിൽ നിന്നൊക്കെ വരാനുള്ള സാധ്യതകൾ തന്നെയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന അടുത്ത സീസണിലേക്ക് വരുമ്പോൾ. അപ്പം ഫ്രണ്ട് 3യിൽ ഒരു 2 വിദേശ താരങ്ങൾക്കൊപ്പം ആഷിഖ് കുര്യൻ്റെ ഒരു സാന്നിധ്യമാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു തിരിച്ചു വരാൻ സാധിക്കട്ടെ, ഒരു നമ്പേഴ്സ് വരുന്നൊരു സീസണൊക്കെ ആയിട്ട് മാറട്ടെ എന്നുള്ളതാണ് തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നത്. 28 വയസ്സാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രായം. അദ്ദേഹത്തിൻ്റെ പറഞ്ഞ പോലെ ഒരു എപ്പോഴും നമുക്ക് നാഷണൽ ടീമിലൊക്കെ ആണെങ്കിലും വളരെ ഒരു കോൺട്രിബ്യൂഷൻസ് കൊടുക്കുന്ന ഒരു പ്ലെയറാണ്. ആസ് എ ലെഫ്റ്റ് വിങ്ങർ എന്ന് പറയുന്ന ലെവലിൽ കളിക്കുമ്പോഴത്തേക്കും. കാരണം ആ ഒരു ഫിസിക്കൽ ഗെയിം ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ ക്രോസസ് ആണെങ്കിലും ചാൻസ് ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു കേപ്പബിലിറ്റി. പിന്നെ സ്കോറിങ്ങിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് പ്രശ്നങ്ങളുണ്ട്, അത് നമുക്കറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ പറഞ്ഞാൽ ഒരു ലെഫ്റ്റ് മിഡ്ഫീൽഡർ ആ ഒരു ടൈപ്പ് ഒരു വൈഡ് റോളിൽ കളിക്കുന്നതാണ് എപ്പോഴും ആഷിഖ് കുര്യനെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല കാര്യം എന്ന് പറയാം. പിന്നെ പറഞ്ഞാൽ അപ്പ് ആൻഡ് ഡൗൺ കളിക്കും, ഡിഫൻസീവ്ലി ഉള്ള കോൺട്രിബ്യൂഷൻസ്, ആ വർക്ക് റേറ്റ് ഒക്കെ എടുക്കുന്ന പ്ലെയർ ആയതുകൊണ്ട് ഏത് ടീം ആഗ്രഹിക്കുന്നത് താരം തന്നെയാണ്. ദാറ്റ്സ് ഇറ്റ് ഗേസ്. അപ്പോൾ അത്രയ്ക്കാണ് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് തീർച്ചയായിട്ടും കമ്പൽസറി ആയിട്ട് സനി.